Hello all, let us discuss blood and its composition today. ഇപ്പോൾ ഞാനിന്ന് UG ലെവലിലുള്ള ഫിസിയോളജി പേപ്പർ BSc ബയോകെമിസ്ട്രി കുട്ടികൾ, BSc ബയോകെമിസ്ട്രി ആൻഡ് മൈക്രോബയോളജി കുട്ടികൾ, then those who are studying for paramedical courses and even for the higher secondary students, this may be useful. ഫിസിയോളജിക്കകത്ത് വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് കോമ്പസിഷൻ. സോ ഒരു ബേസിക്കലി ഒരു പ്രിലിമിനറി ലെവലിൽ UG കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആസ് all of us know, blood is a fluid connective tissue and it is composed of plasma and certain cellular elements, and it is a body fluid that circulates throughout our body. ഒരു ആവറേജ് അഡൾട്ട് ഹ്യൂമൻ്റെ ശരീരത്തിൽ അറൗണ്ട് 5 to 6 liters ഓഫ് ബ്ലഡ് ഉണ്ടാവും, വിച്ച് മേക്സ് about 8% of the total body weight. And this blood is important in transporting a lot of nutrients, waste materials, etc. throughout the body. Now, enumerating the functions of blood. നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ട് ഫങ്ഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി ഗ്യാസസ് ആയ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ശരീരത്തിലെമ്പാടും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ബ്ലഡാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൈജഷൻ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്തിട്ട് നമുക്കറിയാം അതിൻ്റെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ അബ്സോർപ്ഷനിൽ ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ന്യൂട്രിയൻസ് എത്തിക്കണമല്ലോ, അതും ബ്ലഡാണ് ചെയ്യുന്നത്. ദെൻ ഓൾ ദീസ് ന്യൂട്രിയൻസ് ആർ ടേക്കൺ ടു ലിവർ, വിച്ച് ഇസ് ദ മേജർ സൈറ്റ് ഓഫ് മെറ്റബോളിസം. ഈ ന്യൂട്രിയൻസ് എടുത്തിട്ട് എന്താ ചെയ്യുന്നത്, പലതരം ബയോകെമിക്കൽ റിയാക്ഷൻസ് ചെയ്ത് ശരീരത്തിന് ഉപയോഗപ്രദമായ മറ്റു പല കാര്യങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, ലിവറിലേക്ക് കൊണ്ടുപോവുക, ദെൻ ഫ്രം ലിവർ അത് യൂസ് ചെയ്യുന്ന പല ടിഷ്യൂസിലേക്കും പല സൈറ്റ്സിലേക്കും കൊണ്ടുപോകണം. ഇതിനെല്ലാം ഒരു മീഡിയം വേണം, അതെല്ലാം ബ്ലഡാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ ട്രാൻസ്പോർട്ട് ഫങ്ഷൻ ഓഫ് ബ്ലഡ്. ദെൻ ദർ ഇസ് എൻ ഓസ്മോട്ടിക് ഫങ്ഷൻ. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡിൻ്റെ ഒരു ഓസ്മോട്ടിക് പ്രഷർ ബോഡി ഫ്ലൂയിഡ് വോളിയം നിലനിർത്തുന്നതിനും ബോഡി ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ നിലനിർത്തുന്നതിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മെയിൻ്റനൻസിലും ബ്ലഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പ്ലാസ്മ പ്രോട്ടീൻസ് ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. So plasma proteins, mainly albumin, is very important in maintaining the osmotic pressure of blood. Then there is a regulatory function. ഇപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ എല്ലാ ജീവികളും ഒരു റെഗുലേഷനിലാണ് ഓടുന്നത്. നമുക്കൊരു ശരീരത്തിനൊരു പ്രത്യേക ഊഷ്മാവുണ്ട്, ബോഡി ടെമ്പറേച്ചറുണ്ട്, ദെൻ ദർ ഇസ് എ പർട്ടിക്കുലർ pH. ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഫങ്ഷൻസ് എല്ലാം താളം തെറ്റും. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ, pH, ദെൻ ബോഡി ഫ്ലൂയിഡിൻ്റെ വോളിയം, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ബ്ലഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അനദർ ഫങ്ഷൻ ഇസ് പ്രൊട്ടക്റ്റീവ് ഓർ ഡിഫെൻസീവ് ഫങ്ഷൻ. അപ്പോൾ എന്തെങ്കിലും രോഗാണുക്കളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ ഇമ്മ്യൂണോളജിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. നമുക്ക് ആൻറ്റിബോഡീസ് വേണം, അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കും എന്നറിയാം. സോ ഈ ആൻറ്റിബോഡീസ് എല്ലാം ബ്ലഡിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ബ്ലഡിലെ ചില പ്രത്യേകതരം സെൽസിന് ഫാഗോസൈറ്റോസിസ് എന്ന ഫങ്ഷനുണ്ട്. അതായത് ഈ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളെ വിഴുങ്ങിക്കളയുന്ന ഒരു പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഇതെല്ലാം ശരീരത്തിനെ പുറത്തുനിന്ന് വരുന്ന ഹാംഫുള്ളായിട്ടുള്ള ബാക്ടീരിയ പോലെയുള്ള ഓർഗാനിസംസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ബ്ലഡിന് ഫങ്ഷനുണ്ട്. ദെൻ കമ്മിങ് ടു ദ കോമ്പോസിഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിൽ ഏറ്റവും കൂടുതലുള്ളത് അതിൻ്റെ ഒരു ഫ്ലൂയിഡ് പാർട്ടാണ്. അതിനെ പ്ലാസ്മ എന്ന് വിളിക്കും. ദാറ്റ് കംപ്രൈസസ് അബൌട്ട് 55% ഓഫ് ബ്ലഡ്. ദെൻ ബാക്കിയുള്ളത് കുറച്ച് സെല്ലുലാർ എലമെൻറ്റ്സ് ആണ്. ആ സെല്ലുലാർ എലമെൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് RBC ആണ്, റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എർത്രോസൈറ്റ്സ് എന്ന് വിളിക്കും. അത് അറൗണ്ട് ഒരു 40 to 45% ഉണ്ടാകും. ബാക്കിയുള്ളത് WBC പ്ലേറ്റ്ലെറ്റ്സും ആണ്. സോ എങ്ങനെയാണ് പ്ലാസ്മ ബ്ലഡിൽ നിന്ന് എടുക്കുന്നത്? അത് നമ്മൾ ഒരു ലബോറട്ടറിയിൽ ക്ലിനിക്കൽ എന്തെങ്കിലുമൊക്കെ കോഴ്സസ് പഠിക്കുമ്പോൾ നമുക്ക് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഹോൾ ബ്ലഡ് എടുത്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്താൽ മതി. ഒരു സെല്ലുലാർ എലിമെൻറ്റ്സ് അടിയിൽ സെറ്റിലാവും, ബാക്കി ഫ്ലൂയിഡ് പോർഷൻ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ആ ഫ്ലൂയിഡ് പോർഷനാണ് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. സോ പ്ലാസ്മ ഈസ് ദ ക്ലിയർ സ്ട്രോ കളർഡ്, ഒരു ചെറിയ യെല്ലോ കളർ ഉണ്ടാവും. ദാറ്റ് ഇസ് ഫോർ നോർമൽ ഇൻഡിവിജ്വൽ. ഇഫ് ദർ ഇസ് എ കളർ ഡിഫറൻസ്, ദറ്റ് മീൻസ് ദർ ഇസ് സം ഡിസീസ്ഡ് കണ്ടീഷൻ. So the clear straw-colored portion of the blood that remains after the cellular elements are removed, are centrifuged,
or after they have settled down, that fluid portion is known as plasma. Plasma is very important in transporting, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുപാട് ട്രാൻസ്പോർട്ട് ഫങ്ഷൻസ് പ്ലാസ്മയാണ് ചെയ്യുന്നത്. പിന്നെ plasma is the medium in which the blood cells are suspended. Plasma is important in maintaining pH, acid-base balance, maintaining the water content, maintaining the body temperature, etc. etc. നേരത്തെ പറഞ്ഞ ബ്ലഡിൻ്റെ പല ഫങ്ഷൻസും ചെയ്യുന്നത് പ്ലാസ്മയാണ്. ഇനി പ്ലാസ്മയും സീറവും തമ്മിലുള്ള ഡിഫറൻസ് നോർമലി പല പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആൻഡ് ദിസ് ഷുഡ് ബി അഡ്രസ്ഡ് ഫ്രം എ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവ്. ലാബിൽ ചെയ്യുമ്പോഴും പ്ലാസ്മ ചിലപ്പോൾ നമുക്ക് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സിറം സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. രണ്ടും ഫ്ലൂയിഡ് പോർഷനാണ് ബ്ലഡിൻ്റെ. പിന്നെ എന്താണ് വ്യത്യാസം? ബ്ലഡ് എടുത്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ സെല്ലുലാർ എലിമെൻറ്റ്സ് മാറ്റി കഴിയുമ്പോഴാണ് ഫ്ലൂയിഡ് പോർഷൻ കിട്ടുന്നത്. പക്ഷേ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാസ്മ ആൻഡ് സിറം? അപ്പോൾ ബ്ലഡ് എടുത്തിട്ട് ആൻറ്റി കൊയാഗുലൻറ്റ്, യു മസ്റ്റ് ഹവ് ഹേർഡ് ഓഫ് ആൻറ്റി കൊയാഗുലൻസ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ, കൊയാഗുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ആഡ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസസ് ആണ് ആൻറ്റി കൊയാഗുലൻസ്. എക്സാമ്പിൾ ഹെപ്പാരിൻ, EDTA എക്സെട്ര. അപ്പോൾ ഈ ആൻറ്റി കൊയാഗുലൻറ്റ് ആഡ് ചെയ്തതിന് ശേഷം ബ്ലഡിനെ സെൻട്രിഫ്യൂജ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഫ്ലൂയിഡ് പോർഷനാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. അതേസമയം ആൻറ്റി കൊയാഗുലൻറ്റ് ആഡ് ചെയ്യാതെ ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്ത് കിട്ടുന്ന ഫ്ലൂയിഡ് പോർഷനാണ് സിറം. So now you know what is the difference between plasma and serum. പ്ലാസ്മയ്ക്കകത്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവും, ലൈക്ക് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ എന്ന് പറയുന്നൊരു പ്ലാസ്മ പ്രോട്ടീനാണ്. അതുപോലെ കുറേ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് വേണം ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് പ്ലാസ്മയ്ക്കകത്ത് ഉണ്ടാകും. കാരണം എന്താണ്? നമ്മൾ ആൻറ്റി കൊയാഗുലൻ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല. സോ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ക്ലോട്ടിംഗ് വിൽ ബി പ്രസൻറ്റ് ഇൻ ദ ഫ്ലൂയിഡ് പോർഷൻ. അതേസമയം സിറം എടുക്കുന്ന സമയത്ത് ആൻറ്റി കൊയാഗുലൻ്റ് ഇട്ടിട്ടാണ് സെൻട്രിഫ്യൂജ് ചെയ്തത്, അപ്പോൾ അവിടെ ക്ലോട്ടിംഗ് നടന്നു. അപ്പോൾ ആ ഫ്ലൂയിഡ് പോർഷനിൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. സോ ഇൻ എ വേ വി ക്യാൻ സേ ദാറ്റ് സിറം ഈസ് പ്ലാസ്മ മൈനസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. പ്ലാസ്മയ്ക്കകത്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, സിറത്തിനകത്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ല. അതാണ് ബേസിക് ഡിഫറൻസ്. ദെൻ ഒരു ആപ്ലിക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ സിറം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം രക്തം പരിശോധിക്കുമ്പോൾ രക്തത്തിലെ കൊളസ്ട്രോൾ നോക്കണം, അല്ലെങ്കിൽ രക്തത്തിലെ പ്രോട്ടീൻ നോക്കണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എടുക്കുന്നത് സിറമാണ്. അതേസമയം പ്ലാസ്മ കുറച്ചുകൂടെ ഒരു തെറാപ്യൂട്ടിക് പർപ്പസിലാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ആളുകൾക്ക് പ്ലാസ്മ കൊടുക്കാറുണ്ട് പേഷ്യൻസിന്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാസ്മ ആൻഡ് സിറം. ദെൻ പ്ലാസ്മ എന്ന് പറയുന്നത് ബേസിക്കലി വാട്ടറാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ്. പ്ലാസ്മ എന്ന് പറയുന്ന ഫ്ലൂയിഡ് പോർഷനാണ്. അതിനകത്തും 90% വാട്ടറാണ്. പിന്നെ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. രണ്ടാമത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. പിന്നെ കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും, സോഡിയം പൊട്ടാസ്യം പോലെയുള്ളത്. പിന്നെ കുറച്ച് നൈട്രോജനസ് വേസ്റ്റ് ഉണ്ടാവും, കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ വെള്ളമാണ്. അതുകൊണ്ടാണ് നമുക്ക് വെള്ളം എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ രക്തത്തിൻ്റെ അളവ് കുറയും എന്നൊക്കെ പറയുന്നത്. ഡീഹൈഡ്രേഷൻ എപ്പോഴും അവോയ്ഡ് ചെയ്യണം. സോ വാട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അത് കഴിഞ്ഞ് വരുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. പ്ലാസ്മ പ്രോട്ടീൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആൽബുമിനാണ്. അറൗണ്ട് 60% ഓഫ് ദ പ്ലാസ്മ പ്രോട്ടീൻസ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ആൽബുമിൻ. അത് കഴിഞ്ഞ് വരുന്നത് ഗ്ലോബുലിൻസ് ആണ്. ദറ്റ് കോൺട്രിബ്യൂട്ട്സ് ദറ്റ് കംസ് ടു അബൌട്ട് 35%. പിന്നെ വരുന്നത് ഫൈബ്രിനോജനാണ്. ആൽബുമിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഓസ്മോട്ടിക് പ്രഷർ മെയിൻ്റനൻസ്. ബ്ലഡിന് അല്ലെങ്കിൽ പ്ലാസ്മയ്ക്ക് ഓസ്മോട്ടിക് പ്രഷർ മെയിൻ്റനൻസിൽ റോളുണ്ട്. ആ റോള് പ്രധാനമായിട്ടും ചെയ്യുന്നത് ആൽബുമിൻസ് ആണ്. പിന്നെ ആൽബുമിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മേജർ പ്രോട്ടീൻ ഓഫ് ഹ്യൂമൻ പ്ലാസ്മ. നമ്മൾ നേരത്തെ പറഞ്ഞു അറൗണ്ട് 60% ഓഫ് ദ ടോട്ടൽ പ്ലാസ്മ പ്രോട്ടീൻ ഈസ് മേഡപ്പ് ഓഫ് ആൽബുമിൻ. ദെൻ ഹാഫ് ലൈഫ്, ആൽബുമിൻ എല്ലാ പ്രോട്ടീൻസിനും ഒരു ഹാഫ് ലൈഫ് ഉണ്ട്. അത് കഴിയുമ്പോൾ അത് ഡീക്കേ ചെയ്യും. സോ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് അറൗണ്ട് 20 days ആണ്. പിന്നെ അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഫങ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ മെയിൻ്റനൻസ് തന്നെയാണ്. ദെൻ ട്രാൻസ്പോർട്ട് ഫങ്ഷൻ ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ ആൽബുമിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പർട്ടിക്കുലർലി ഫ്രീ ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സ് ഒക്കെ ഇങ്ങനെ ഫ്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട്, FFA എന്ന് പറയുന്നത്. അതിനെ കൊണ്ടുപോകണമെങ്കിൽ ആൽബുമിനിൽ ബൈൻഡ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കുറേ സ്റ്റിറോയിഡ് ഹോർമോൺസ്, കാൽഷ്യം, പിന്നെ ചിലതരം മരുന്നുകൾ, ഡ്രഗ്സ്, ഇതെല്ലാം ഇതിൻ്റെ കാരിയർ പ്രോട്ടീനായിട്ട് വർക്ക് ചെയ്യുന്നത് ആൽബുമിനാണ്. സോ ദാറ്റ് ഈസ് എ ട്രാൻസ്പോർട്ട് ഫംഗ്ഷൻ. ദെൻ ആൽബുമിൻ ഈസ് എ പ്രോട്ടീൻ. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ സോഴ്സ് ഓഫ് അമിനോ ആസിഡ്സ്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ന്യൂട്രിറ്റീവ് ഫംഗ്ഷൻ. ഒരു ന്യൂട്രിറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡിൻ്റെ pH മെയിൻ്റനൻസ്, ബ്ലഡിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്മയ്ക്ക് pH മെയിൻ്റനൻസിൽ റോളുണ്ട്. അവിടെയും ആൽബുമിൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബഫറിംഗ് ആക്ഷൻ. So these are the functions of albumin. ഇനി ഗ്ലോബുലൻസിനെ കുറിച്ച് പറയാം. ഗ്ലോബുലൻസ്
രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്ലാസ്മ പ്രോട്ടീൻസാണ്. അത് ഇലക്ട്രോഫോറസിസ്, ഇതെല്ലാം ഈ പ്രോട്ടീൻസ് എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഫോറസിസ് വഴിയാണ്. സോ ഇലക്ട്രോഫോറസിസ് ചെയ്യുമ്പോൾ ഗ്ലോബുലിൻസിൽ വീണ്ടും ഡിഫറെൻറ്റ് ഫ്രാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആൽഫ 1 ഗ്ലോബുലിൻ, ആൽഫ 2 ഗ്ലോബുലിൻ, ബീറ്റ ഗ്ലോബുലിൻ, ഗാമ ഗ്ലോബുലിൻ. ഇതിനകത്ത് നമുക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് ഗാമ ഗ്ലോബുലിൻസിനെ കുറിച്ചാണ്. ദർ ഓൾസോ നോൺ, നമുക്ക് ഫെമിലിയർ ആണ് ഗാമ ഗ്ലോബുലിൻസ്. ദർ നോൺ എസ് ആൻറ്റിബോഡീസ് ഓർ ഇമ്യൂണോഗ്ലോബുലിൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആൻറ്റിബോഡീസിനെ കുറിച്ച്. സോ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഇലക്ട്രോഫോറസിസ് ചെയ്യുമ്പോൾ ഗാമ റീജിയനിൽ വരുന്നത് കൊണ്ടാണ് അതിനെ ഗാമ ഗ്ലോബുലിൻസ് എന്ന് വിളിക്കുന്നത്. ഇത് ഡിഫൻസ് മെക്കാനിസം. ആൻറ്റിബോഡീസിൻ്റെ റോള് നമുക്ക് മിക്കവർക്കും അറിയാം. 5 ടൈപ്പ് ഉണ്ട്, പ്രധാനപ്പെട്ട ടൈപ്പ്: IgG, IgA, IgM, IgD and IgE. All these have different characteristic structures playing different functions in the body. So these are separated. Albumins and globulins ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോഫോറസിസ് വഴിയാണ്, because they have different electrophoretic mobility. Then coming again to the composition of blood. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പ്ലാസ്മയെക്കുറിച്ചും പ്ലാസ്മ പ്രോട്ടീൻസിനെ കുറിച്ചുമാണ്. വേറെ എന്തുണ്ട് ബ്ലഡിൽ? ബാക്കി കുറച്ച് സെല്ലുലാർ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്നത് ഫോംഡ് എലമെൻറ്റ്സ് എന്നാണ്. ഈ ഫോംഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എല്ലാം സെൽസാണ്. അതിനകത്ത് RBC ഉണ്ട്, ഏറ്റവും കൂടുതൽ വരുന്ന RBC ആണ്. പിന്നെ ഉള്ളത് RBC ഓർ എറിത്രോസൈറ്റ്സ്, പിന്നെ ഉള്ളത് WBC ഓർ ല്യൂക്കോസൈറ്റ്സ്, ആൻഡ് ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ഓർ ത്രോംബോസൈറ്റ്സ്. ഓരോന്നിനും ഓരോ ഫംഗ്ഷനും ഉണ്ട്. RBC എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോൺ എസ് എറിത്രോസൈറ്റ്സ്. മെയിൻ ഫംഗ്ഷൻ എന്താണ്? നമുക്കറിയാം, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ചേഞ്ചിലാണ് RBC ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ RBCയുടെ ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട്, ബൈകോൺകേവ് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്പാണ്. അതിന് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലാണ്. അതിന് റെഡ് കളറുണ്ട്, അതുകൊണ്ടാണ് എറിത്രോസൈറ്റ് എന്ന് വിളിക്കുന്നത്. റെഡ് കളറിന് കാരണം അതിനകത്തിരിക്കുന്ന ഒരു പ്രോട്ടീനാണ്. ആസ് വി ഓൾ നോ, ഇറ്റ് ഈസ് ഹീമോഗ്ലോബിൻ. Then it plays a vital role in the transport of respiratory gases. It's also important in the buffering of blood. Bloodൻ്റെ pH 7.2 to 7.4 മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും RBCക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. Then the life span of RBC is around 120 days. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, നമുക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, O ഗ്രൂപ്പ് എന്നൊക്കെ പറയും. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ചില ആൻറ്റിജൻസ്, ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് RBCയുടെ സർഫസിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയുമാണ് RBCയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ RBCക്ക് ചില പ്രത്യേക പ്രോപ്പർട്ടീസ് ഉണ്ട്. റോളോക്സ് ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. റോളോക്സ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഒരു പേപ്പറിൻ്റെ പുറത്ത് കുറച്ച് നാണയങ്ങളിങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ട്രക്ചർ കിട്ടുമല്ലോ, പൈലിംഗ് ഓഫ് കോയിൻസ്, സ്റ്റാക്ക് ഓഫ് കോയിൻസ്. അതാണ് ആ ഒരു പ്രത്യേക ഷേപ്പ് അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനെയാണ് റൗളോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ RBC നമ്മൾ രക്തം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ ഈ ഫോർമേഷൻ ഉണ്ടാവില്ല. രക്തം പുറത്തേക്ക്, അതായത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് രക്തം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ RBC എല്ലാം ഇങ്ങനെ പൈലപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ എസ് റൗളോക്സ് ഫോർമേഷൻ. അത് RBCയുടെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്കാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ പ്രത്യേക ഡിസ്ക് ഷേപ്പാണല്ലോ, ബൈകോൺകേവ് ഷേപ്പാണ്. പിന്നെ അതിൻ്റെ സർഫസിലിരിക്കുന്ന ചില പ്രോട്ടീൻസും ഈ ഇതിനിങ്ങനെ ഒട്ടിപ്പിടിക്കാനായിട്ട് അനുവദിക്കും. ഇത് ശരീരത്തിനകത്ത് ഈ പ്രത്യേക റൗളോക്സ് ഫോർമേഷൻ ഉണ്ടാവില്ല. മാത്രമല്ല അതൊരു റിവേഴ്സിബിൾ ഫിനോമിനനുമാണ്, അത് തിരിച്ച് പോകാനും പറ്റും. പിന്നെ ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് RBCയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒന്ന് പാക്ഡ് സെൽ വോളിയം ഓർ PCV, വേറൊന്ന് അതിന് മറ്റൊരു പേരാണ് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. ഹെമറ്റോക്രിറ്റ് ഓർ PCV എന്ന് പറയുന്നത് ബ്ലഡിൽ എത്ര ശതമാനം RBC ഉണ്ട്, that it denotes the percentage of RBC in whole blood. 100 ml ബ്ലഡിൽ എത്ര RBC ഉണ്ട് എന്നുള്ളതാണ് പാക്ഡ് സെൽ വോളിയം ഓർ ഹെമറ്റോക്രിറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ പ്ലാസ്മ 55% ആണെന്ന് പറഞ്ഞു, അറൗണ്ട് 41 to 45% ആണ് RBC എന്ന് പറഞ്ഞു സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ. അത് തന്നെയാണ് പാക്ഡ് സെൽ വോളിയം. ആ പെർസെൻറ്റേജ് ആണ് പാക്ഡ് സെൽ വോളിയം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഈസിയാണ്. പിന്നെ അതിന് പ്രത്യേക ട്യൂബ്സ് ഉണ്ട്, അതിനകത്ത് വെച്ചിട്ട് ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്താൽ മതി. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യും, ക്ലിയർ ഫ്ലൂയിഡ്, താഴെ RBC, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ല്യൂക്കോസൈറ്റ്സും ത്രോംബോസൈറ്റ്സും ഉണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ, 1% to 4%. അത് അതിനിടയിലൊരു ബഫി കോട്ട് എന്ന് പറയും. ചെറിയ ഇങ്ങനെ എന്താണ് വെള്ള നിറത്തിൽ പഞ്ഞി പോലെ ഇരിക്കുന്നൊരു ചെറിയ ലെയർ ഉണ്ടാവും, വളരെ കുറച്ചേ ഉള്ളൂ. അത് ല്യൂക്കോസൈറ്റ്സും ത്രോംബോസൈറ്റ്സുമാണ്. താഴെ അടിയുന്നതാണ് RBC. അപ്പോൾ എത്ര 100ലേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ട്യൂബിൽ, ഗ്രാജുവേറ്റഡ് ട്യൂബിലാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ PCV റീഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് മെന്നിന്
മെന്നിനും വിമനും ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ ഏജ് അനുസരിച്ചും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ന്യൂ ബോൺസിന് കുറച്ച് കൂടുതലായിരിക്കും, 53 to 65% വരെ ഉണ്ടാവാം. ഇതൊക്കെ ചെറിയ ട്യൂബ് അത് മാറുന്നതനുസരിച്ച് മെത്തേഡ് മാറുന്നതനുസരിച്ച് ചെറിയ വേരിയേഷൻസ് വരാം. ദെൻ മെന്നിലാണെങ്കിൽ 42 to 52%, ആൻഡ് ഫോർ ഫീമെയിൽസ് ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ലോവർ 37% to 47%. ഇനി എപ്പോൾ ഇത് കുറേ കൂടുക, എന്തിനാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്? ഇതെല്ലാം ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇത് കുറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് അനീമിയ പോലെയുള്ള നമ്മൾ വിളർച്ച എന്നൊക്കെ പറഞ്ഞ അനീമിയ, ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ഇതുപോലെയുള്ള കണ്ടീഷൻസിൽ PCV കുറയാം. ഇനി PCV കൂടുന്ന കണ്ടീഷൻസ് ഉണ്ട്. വെറുതെ ഡീഹൈഡ്രേഷൻ വന്നാലും മതി, എന്തെങ്കിലും കാരണവശാൽ ബ്ലഡ് വോളിയം കുറയുക, അല്ലെങ്കിൽ പോളിസൈത്തേമിയ, അല്ലെങ്കിൽ നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോവുക, അങ്ങനെയുള്ള കണ്ടീഷൻസ് വന്നാലും PCV കുറച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണിക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്ലിനിക്കൽ പാരാമീറ്ററാണ് ESR. ESR നമ്മൾ മിക്കവരും കേട്ടിട്ടുണ്ടാവും. PCV അത്രയും കോമൺ ആയിട്ട് എല്ലാവരും ഒരു ലേമൻ പറയുന്നുണ്ടാവില്ല. പക്ഷേ ESR എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നമ്മൾ ബ്ലഡ് വെറുതെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴൊക്കെ ESR കൂടുതലാണെന്നൊക്കെ പറയും. എന്താണ് ESR? ESR എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് സെഡിമെൻറ്റേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ ബ്ലഡ്. രക്തത്തിൽ RBC സെഡിമെൻ്റ് ചെയ്യുന്ന റേറ്റാണ്. അപ്പോൾ രണ്ടിടത്തും RBC ആണ് നോക്കിയത്. പാക്ഡ് സെൽ വോളിയത്തിലും RBC എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കിയത്, ഇവിടെയും RBCയുടെ സെഡിമെൻറ്റേഷൻ റേറ്റ്. ഇപ്പം രണ്ടും തമ്മിൽ ചെയ്യുന്ന രീതിക്ക് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. PCVക്ക് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ഫോഴ്സ് കൊടുക്കും. സെൻട്രിഫ്യൂജ് ചെയ്യിപ്പിച്ചിട്ടാണ് അതിനെ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കുന്നത്. സെൻട്രിഫ്യൂജ് ചെയ്തെടുക്കുകയാണ്. മറ്റതിൽ വെറുതെ അങ്ങ് വച്ചിരുന്നാൽ മതി. അത് ചെയ്യുന്ന രണ്ട് എൻഡും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബുണ്ട്. ആ ട്യൂബിൽ നമ്മൾ ബ്ലഡ് എടുക്കും. ബ്ലഡ് എടുത്തിട്ട് ജസ്റ്റ് 1 hour, നോർമലി 1 hour ആണ് ചെയ്യുന്നത്, 60 seconds, 1 hour ജസ്റ്റ് കീപ്പ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് അലൗഡ് ടു സ്റ്റാൻഡ് സ്റ്റിൽ. അപ്പോൾ എന്ത് ചെയ്യും? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ RBC സെറ്റിൽ ചെയ്യും. അങ്ങനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് റീഡ് ചെയ്യും, എത്രത്തോളം 1 hourൽ എത്ര സെഡിമെൻറ്റ് ചെയ്തു, അതാണ് റേറ്റ് പെർ അവർ. അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോർമലി 20 millimeter to 30 millimeter, 20-ക്കകത്താണ് സാധാരണ വരുന്നത്, 20 to 30 millimeter പെർ അവർ ആണ് ESRൻ്റെ നോർമൽ വാല്യൂ. സോ അത് സാധാരണ ഒരു ഡയഗ്നോസ്റ്റിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് എൻ ഇൻഡിക്കേഷൻ. എന്തോ ഒരു ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആസ് സച്ച് അതൊരു രോഗം സൂചിപ്പിക്കുന്നില്ലെങ്കിലും ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് സംതിങ് നീഡ്സ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് തറലി. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്താണ് ESR ഹൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് RBCയെക്കുറിച്ച്. ഇനി WBCയെ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. WBC എന്ന് പറയുന്നത് ല്യൂക്കോസൈറ്റ്സ് ആണ്, കളർലെസ് ആണ്, അതുകൊണ്ടാണ് WBC എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്പ് WBC ഉണ്ട്. ഒന്ന് ഗ്രാനുലോസൈറ്റ്സ്. സൈറ്റ് എന്ന് പറയുന്ന സെല്ലാണെന്ന് പറയും, സൈറ്റോളജി, CYTE. സോ ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറയുന്നതിൽ ഗ്രാന്യൂൾസ് ഉണ്ടാവും. പിന്നെ വേറൊന്ന് ഗ്രാന്യൂൾസ് ഇല്ലാത്തതുണ്ട്, എഗ്രാനുലോസൈറ്റ്സ്. സോ ദർ ആർ 2 types of WBCs. ഇനി ഗ്രാനുലോസൈറ്റിൽ 3 തരമുണ്ട്. ഒന്ന് ന്യൂട്രോഫിൽ, വേറൊന്ന് ഇയോസിനോഫിൽ, മൂന്നാമത്തത് ബേസോഫിൽ. അങ്ങനെ 3 ടൈപ്പ് ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്. ഇത് 3നും കോമൺ ആയിട്ട് ഗ്രാന്യൂൾസ് ഉണ്ട്. പിന്നെ ഇതിന് സ്റ്റെയിനിങ്ങിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. അതുപോലെ പ്രധാനമായിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ഷേപ്പിനാണ്. ന്യൂട്രോഫിൽസ് മൾട്ടി ലോബ്ഡാണ്, 2 കൂടുതൽ ലോബ്സ് ഉണ്ടാവും. ഇയോസിനോഫിലിന് 2 ലോബ് ഉണ്ടാവും. ബേസോഫിലിന് 2 ലോബുണ്ട്, പക്ഷേ ഒരു ലോബ് വളരെ ചെറുതാണ്, അപ്പോൾ അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഇത് 3ഉം ഗ്രാനുലോസൈറ്റ്സ് ആണ്. ഗ്രാന്യൂൾസ് ഇല്ലാത്ത 2 ഉണ്ട്. ഒന്ന് ലിംഫോസൈറ്റ്, ഒരു വലിയ ന്യൂക്ലിയസ് ആയിരിക്കും, ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. വേറൊന്ന് മോണോസൈറ്റ്, അത് കിഡ്നി ബീൻ്റെ ഷേപ്പുള്ള ന്യൂക്ലിയസ് ഉള്ളത്. സോ ഓൾ ദീസ് WBCs ഓർ ല്യൂക്കോസൈറ്റ്സ് ആർ ഇൻവോൾവ് ഇൻ ഡിഫെൻസീവ് ഫങ്ഷൻ. നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന പാത്തജൻസിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് WBCയുടെ കോമൺ ആയിട്ടുള്ള ഫങ്ഷൻ. പിന്നെ ഒന്ന് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ്, അത് ബ്ലഡ് കൊയാഗുലേഷനിലാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് സെൽസ്. സോ ലെറ്റ് us stop for today. നമ്മളിന്ന് നോക്കിയത് ബ്ലഡിൻ്റെ ഒരു കോമ്പസിഷൻ എന്താണ്, അതിൽ പ്രധാനമായിട്ടും പ്ലാസ്മയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്ലാസ്മ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, പ്ലാസ്മയും സീറവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പ്ലാസ്മയുടെ മെയിൻ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ഓരോ പ്ലാസ്മ പ്രോട്ടീൻ്റെയും ഫങ്ഷൻ എന്താണ്, എന്തൊക്കെ ടൈപ്പ് പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്, അതിനെ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ദെൻ അബൌട്ട് RBCയുടെ ക്ലിനിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ചില പാരാമീറ്റേഴ്സ്,
mainly PCV and ESR. Then types of WBCs. So I think the topic is clear to everyone. Thank you.